ആഴ്ചവട്ടത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കുറച്ച് മാസങ്ങളായി നമ്മൾ കേൾക്കുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ്. അതിലേറെയും നമ്മളെ ഓരോരുത്തരെയും വൈകാരികമായി സ്വാധീനിക്കാറുമുണ്ട്. ഈ വാർത്തകളിലെല്ലാം തന്നെ ഇടം പിടിക്കുന്നത് അല്ലെങ്കിൽ കുറ്റവാളികളായി എത്തുന്നത് യുവാക്കളാണ് എന്നത് കാര്യങ്ങളുടെ ഗൗരവം കൂട്ടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന കൂട്ടക്കൊലപാതകത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് കേരളം. സ്വന്തം കുടുംബത്തിലെ അമ്മയും സഹോദരനുമടക്കം 6 പേരെ കൊല്ലുവാനായിരുന്നു അഫാൻ പദ്ധതിയിട്ടത്. എന്നാൽ അമ്മയെ ജീവനോടെ പോലീസിന് രക്ഷിക്കാനായി. സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നുള്ള അനിശ്ചിതത്വമാണ് കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ കൊലപ്പെടുത്താനുള്ള കാരണമെന്നാണ് യുവാവ് പോലീസിൽ നൽകിയ ആദ്യ മൊഴിയെന്നാണ് പ്രാഥമിക നിഗമനം. കൂടത്തായി കൊലപാതകം, റിപ്പർ ചന്ദ്രൻ നടത്തിയ കൊലപാതകങ്ങൾ എല്ലാം മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കും വിധമുള്ളതായിരുന്നു. എന്നാൽ ഈ കൊലപാതകങ്ങളിൽ നിന്നെല്ലാം വെഞ്ഞാറമൂട്ടിലെ കൊലപാതകങ്ങൾ വ്യത്യസ്തമാണ്. ഒരു ദിവസം തന്നെ, അതായത് 6 മണിക്കൂറിനുള്ളിൽ 5 പേരെ വകവരുത്തുക. കൂടാതെ കൃത്യം ചെയ്ത ആൾ പോലീസ് സ്റ്റേഷനിലെത്തി കൃത്യത്തെക്കുറിച്ച് പറയുമ്പോൾ മാത്രം പുറം ലോകം സംഭവം അറിയുക. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് മനുഷ്യബന്ധങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിള്ളലുകളിലേക്ക് കൂടിയാണ്. 12 മക്കളുള്ള 94-കാരിയായ അഫാന്റെ ഉമ്മുമ്മ തനിയെയായിരുന്നു താമസിച്ചിരുന്നത് എന്നതും പല ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ അടുത്ത വീട്ടിൽ അടുപ്പെരിഞ്ഞില്ലെങ്കിൽ അത് മനസ്സിലാക്കി ഭക്ഷണവുമായി എത്തുന്ന അയൽപ്പക്ക ബന്ധങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ഒരു മതിലിനപ്പുറവും ഇപ്പുറവുമായി കഴിയുന്ന മനുഷ്യരെ കണ്ടില്ലെങ്കിൽ പോലും പലരും അന്വേഷിക്കാത്ത കാലമായി മാറിയിന്ന്. എന്നാൽ ഒന്നിനു പിറകെ ഒന്നൊന്നായി പല വാർത്തകളും മാധ്യമങ്ങളുടെ തലക്കെട്ടുകളായി വരുമ്പോൾ ഒരു സിനിമാ ഡയലോഗ് പോലെ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടാൻ കഴിയാത്ത വിധമായിരുന്നു നാം ഓരോരുത്തരും. വെഞ്ഞാറമൂട്ടിലെ സംഭവങ്ങൾ നടന്ന് ഒരാഴ്ച കഴിയും മുമ്പേ ആയിരുന്നു കോഴിക്കോട് നിന്നും അടുത്ത ദുരന്ത വാർത്ത എത്തിയത്. കോഴിക്കോട് താമരശ്ശേരിയിൽ നിസ്സാര കാര്യത്തിൽ കൂട്ടുകാരനെ കൊല്ലണം എന്നു കരുതി തന്നെ ആക്രമിച്ച സുഹൃത്തുക്കളും മനുഷ്യ മനസാക്ഷിയെ വേദനിപ്പിക്കുന്നുണ്ട്. കേസ് അന്വേഷിക്കുന്ന പോലീസ് പറഞ്ഞത് സാധാരണ കുട്ടികളെ പോലെ അല്ല പ്രതികൾ ഗൂഢാലോചന നടത്തിയത് എന്നായിരുന്നു. ശേഷം എറണാകുളം ജില്ലയിൽ നിന്നും പുറത്തുവന്ന വാർത്ത ഇങ്ങനെയായിരുന്നു: 9ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ചത് 12ാം ക്ലാസ്സുകാരനായ സ്വന്തം സഹോദരൻ. ചൈൽഡ് ലൈൻ തന്നെയായിരുന്നു ഈ വാർത്ത സ്ഥിരീകരിച്ചത്. പെൺസുഹൃത്തിന്റെ പേരിൽ 10ാം ക്ലാസ്സുകാരന്റെ മൂക്ക് +2 വിദ്യാർത്ഥികൾ കൂട്ടമായി അടിച്ചു തകർത്തതും എറണാകുളത്ത് തന്നെ. അനിയന്റെ കൂട്ടുകെട്ട് ശരിയല്ല എന്ന് പറഞ്ഞ ജ്യേഷ്ഠനെ അനിയന്റെ സുഹൃത്തുക്കൾ തല്ലിയതും തടുക്കാനെത്തിയ പിതൃ സഹോദരന്റെ കാൽ തല്ലിയൊടിച്ചതും വാർത്തകളായി നമുക്ക് മുന്നിലെത്തി. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് അമ്മയും 2 പെൺമക്കളും ട്രെയിനിന്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവവും നിരവധി ചോദ്യങ്ങൾ മനുഷ്യ മനസാക്ഷിക്ക് മുന്നിൽ ബാക്കി നിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും വേദനാജനകമായ ഒന്നായിരുന്നു ട്രെയിനിന്റെ ലോക്കോ പൈലറ്റിന്റെ വാക്കുകൾ. ആ അമ്മ 2 പെൺമക്കളെയും ചേർത്ത് പിടിച്ച് നിർവികാരയായി പാളത്തിലിരിക്കുകയായിരുന്നു എന്നത്. ആ കുഞ്ഞുങ്ങൾ കുതറി ഓടുവാൻ പോലും നോക്കാതെ അമ്മയ്ക്കൊപ്പം മരണത്തെ പുണർന്നിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞു മനസ്സുകൾ എന്തൊക്കെ സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയിരിക്കണം എന്നത് ഇനിയും പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു വരേണ്ടതാണ്. ലഹരിയുടെ അതിപ്രസരം തന്നെയാണ് പലപ്പോഴും കൊടും കൃത്യങ്ങളിലേക്ക് കുട്ടികളെയും യുവാക്കളെയും എത്തിക്കുന്നത് എന്നത് ഭീകരമായ യാഥാർത്ഥ്യമാണ്. ലഹരിക്കടിമയായ മകൻ വീട്ടിലേക്ക് കയറി വരുന്നത് പേടിയോടെയാണ് കാണുന്നത് എന്ന് പറഞ്ഞ അമ്മ പറഞ്ഞ മറ്റൊരു കാര്യം കൂടെയുണ്ട്: ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ മകൻ തന്നെ അമ്മയായിട്ടല്ല കാണുന്നത് എന്നത്. ഈ വേദനാജനകമായ വസ്തുത പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നു നിയമസഭയിൽ പറഞ്ഞത്. കേരളം എത്രത്തോളം വലിയ ഭീകരാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ഈ ഒരു ഉദാഹരണത്തിൽ നിന്നും വ്യക്തമാണ്. പല ചർച്ചകളും മാധ്യമങ്ങളിലും നമുക്കിടയിലും നടക്കുന്നുണ്ടെങ്കിലും എന്താണ് ഒരു പ്രതിവിധി എന്ന് ആർക്കും പറയാനോ നൽകാനോ കഴിയുന്നില്ല. ചില സിനിമകളും കഥകളും വെബ് സീരീസുകളും കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട് എന്നത് തള്ളിക്കളയാവുന്ന വസ്തുതകളുമല്ല. മൃഗം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രതിസ്ഥാനത്തുള്ള പലരെയും കുറിച്ച് പറയാറുണ്ട്. എന്നാൽ മൃഗങ്ങളിൽ നിന്നും പഠിക്കണം സ്നേഹവും ചേർത്ത് നിർത്തലും. അതിന് തെളിവാണ് മസ്തകത്തിന് പരിക്കേറ്റ ആനയെ ചികിത്സിക്കാൻ മയക്കുവെടി വച്ചപ്പോൾ അവശത മൂലം വീണു പോവാതിരിക്കാൻ തന്നാലാവും വിധം കൂട്ടുകാരനെ ചേർത്തു പിടിച്ച ഏഴാറ്റുമുഖം ഗണപതി എന്ന ആന. ആഴ്ചവട്ടത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം.